الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وعلى الملائكة والأنبياء والمرسلين فإن طال الذكر الفاصل بينهما ഈജാബ് ഖബൂലിന്റെ ഇടയിൽ ഫസ്ല് ചെയ്യുന്ന ദിക്ർ നീണ്ടുപോയാൽ ലം യസ്ഹൽ നിക്കാഹ് നിക്കാഹ് സഹിയാകുന്നതല്ല ജസ്മൻ. അപ്പോൾ അവിടെ ആ വിഷയത്തിൽ ഖിലാഫ് ഇല്ല. ലിഷ്ആരിഹി അങ്ങനെ നീണ്ട ദിക്ർ അറിയിക്കുന്നതിന് വേണ്ടി ബിൽ ഇറാദ് തിരിഞ്ഞു കളയൽ കൊണ്ട് വകൗനുഹു മുഖദ്ദിമത്തൻ ലിൽ ഖബൂലി ആ ദിക്ർ ഖബൂലിന്റെ മുഖദ്ദിമ ആകൽ ലാ യസ്തദഇ തേടുന്നില്ല ഇഗ്തിഫാറ തൂലിഹി അത് നീളമാകലിനെ പൊറുക്കപ്പെടലിനെ തേടുന്നില്ല. ലിഅന്നൽ മുഖദ്ദിമത കാരണം മുഖദ്ദിമ അല്ലത്തി എങ്ങനെയുള്ള മുഖദ്ദിമയാണ് ഖാമത് ദലീലു അലൈഹ ദലീല് അതിൻ്റെ മേൽ നിന്നിരിക്കുന്നു. അങ്ങനെയുള്ള മുഖദ്ദിമ മാതുക്കിറ മേൽ പറഞ്ഞത് മാത്രമാണ്. മത്തില് പറഞ്ഞ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന അത് മാത്രമാണ് ദലീല് കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന മുഖദ്ദിമ. അതിനേക്കാൾ നീണ്ടുപോയാൽ നിക്കാഹ് സഹിയാകുന്നത് അല്ല. ഫഖത്ത് ആ പറഞ്ഞത് മാത്രമേ. ഫലം യുഗ്തഫർ അതുകൊണ്ട് പൊറുക്കപ്പെടുന്നില്ല. തൂലുഹു ആ ദിക്ർ നീളമാകൽ പൊറുക്കപ്പെടില്ല. വളബതഹുൽ ഖഫാലു ആ നീളമാകലിനെ ഖഫാൽ റഹ്മഹുല്ലാഹ് ലബത്ത് ചെയ്തിരിക്കുന്നു. ബയകൂന സമനുഹു അതിൻ്റെ സമയമാകൽ കൊണ്ട് ലൗ സക്കത്താ ഫീഹി ആ സമയത്തിൽ അവർ രണ്ടാളും മൗനം പാലിച്ചാൽ ലഖറജൽ ജവാബു അൻ കൗനിഹി ജവാബൻ ആ ജവാബ് പുറപ്പെടും ജവാബ് ആകലിനെ തൊട്ട്. ഇത്രയും സമയം രണ്ടാളും മൗനം പാലിക്കുകയാണെങ്കിൽ ആ ജവാബ് ജവാബായി പരിഗണിക്കപ്പെടുന്നില്ല. അത്രയും നീണ്ടിരിക്കുന്ന ദിക്ർ ആണെങ്കിലാണ് നീളമായ ദിക്റായി കണക്കാക്കപ്പെടുകയുള്ളൂ. അവിടെയും ചിന്തിക്കാനുണ്ട്. ഈ ദിക്ർ കൊണ്ടാണ് നീളമാകുന്നത്. ദിക്ർ കൊണ്ട് നീളമാകുന്നതും മൗനം കൊണ്ട് നീളമാകുന്നതും ഒരുപോലെ അല്ല എന്നാണല്ലോ ഖായിദ എന്നൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറുഫിൽ ഏറാളായി കണക്കാക്കപ്പെടുന്ന രൂപത്തിൽ ഒരുപക്ഷെ ഖഫാൽ ഇമാമിന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കാം. വയൂഖദു മിമ്മാ മറ ഫിൽ ബൈ വഴിയിൽ കഴിഞ്ഞു പോയതിൽ നിന്ന് പിടിക്കപ്പെടും. അന്നൽ ഫസ്ലബി അജ്നബിയിൽ അജ്നബി കൊണ്ടുള്ള ഫസ്ൽ
മിമ്മൻ ഒരുത്തനിൽ നിന്ന്. തുലിബ ജവാബുഹു അവന്റെ ജവാബ് തേടപ്പെട്ടിരിക്കും. ജവാബ് അവനിൽ നിന്നാണ് തേടപ്പെട്ടിരിക്കും. അവനാണ് ജവാബ് ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ള ഒരാളിൽ നിന്നുണ്ടാകുന്ന അജ്നബിയ്യ് കൊണ്ടുള്ള ഫസ്ല് യദുർ ബുദ്ധിമുട്ടാക്കും എന്നാണ്. വൈൻ ഖസ്റ അത് കുറവാണെങ്കിൽ. അപ്പൊ ജവാബ് തേടപ്പെടുന്ന ആളിൽ നിന്നുണ്ടാകുന്ന അന്യത കൊണ്ടുള്ള ഫസ്ല് അത് ബുദ്ധിമുട്ടാക്കും, അത് എത്ര ചെറുതാണെങ്കിലും. ഇവിടെ ഇപ്പോ നീളമായത് എന്ന് പറയാൻ ഇടയ്ക്ക് ഇപ്പം എന്താക്കി ഇവിടെ കൽപ്പിക്കപ്പെട്ട ദിക്റ് കൊണ്ടുള്ള ഫസലായതുകൊണ്ട് അന്യതല്ല. വമിമ്മൻ ഒരുത്തനിൽ നിന്നുള്ള ഫസൽ ഇൻഖദാ കലാമുഹു അയാളുടെ കലാമ് തീർന്നിരിക്കുന്നു. ലാ യദുറു അത് ബുദ്ധിമുട്ടാക്കൂല. ഇല്ലായിൽ പാല അത് നീളമായതല്ലാതെ എന്ന് ബൈലിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞതിൽ നിന്ന് കിട്ടും. അപ്പോ കലാമ് കഴിഞ്ഞ ആളിൽ നിന്ന് അന്യ കലാമ് സംഭവിച്ചാൽ ജവാബിന്റെ മുമ്പ് അത് നീണ്ടുപോയെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നീണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ കൗലു ബാദി അവരിൽ ചിലരുടെ വാക്ക് ലൗ കാല ഒരു വലിയ പറഞ്ഞു സവ്വജ്തുക ഫസ്തൗസി ബിഹാ ഖൈറൻ എന്ന് ഉണ്ടാകും. ഇതിൽ ഫസ്തൗസി ബിഹാ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിനക്ക് ഇടയാക്കി തന്നു, അതുകൊണ്ട് നീ അവളെ കൊണ്ട് ഖൈറായ വസിയ്യത്തിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സവ്വത്തുക്ക എന്ന ഈജാബ് പറഞ്ഞു. അതിനെ തുടർന്ന് കൊണ്ട് തന്നെ ഫസ്റ്റ് ഹൗസ് ബിഹ എന്ന് പറഞ്ഞ ഒരു ഉപദേശം പോലെ ഒന്ന് പറഞ്ഞു. ഫഖബില അങ്ങനെ അവൻ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ലം യസിഹ സഹിയാവില്ല. എന്ന് പറഞ്ഞത് വഹമ, അത് വഹമ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണുള്ളത്? സവ്വജ്തുക എന്ന് പറഞ്ഞത് എന്താ? വലിയ അയാളോട് അത് ഈജാബാണ്. ഈജാബ് സവ്വജ്തുക എന്ന വാക്കുകൊണ്ട് കഴിഞ്ഞു. പിന്നെ വസ്തൗസി ബിഹ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഖൈറൻ എന്ന വാക്ക് അവിടെ ഇല്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അതൊരു അന്യകലാമാണെന്ന് വെക്കാം. അങ്ങനെ ഒരു അന്യകലാമ കൊണ്ടുള്ള ഒരു പിരിക്കൽ അവിടെ വന്നു. ഇപ്പൊ കബില ഉടനെ തന്നെ സ്വീകരിക്കേണ്ട ആള് സ്വീകരിച്ചു. എന്നാൽ ലം യസിഹ നിക്കാഹ് സഹിയാകൂല എന്ന് പറഞ്ഞത് വഹമ്, അത് തെറ്റാണ്. വബിസുക്കൂത്തി സുക്കൂത്ത് കൊണ്ടുള്ള ഫസ്ൽ യദുറു അത് ബുദ്ധിമുട്ടാക്കും. ഇൻ താല അത് നീളമായി. അപ്പൊ സുക്കൂത്ത് കൊണ്ടുള്ള ഫസ്ല്
അത് നീളമായാൽ അത് ബുദ്ധിമുട്ടാണ്. വസ്തിറാത്ത് വുഖൂഇൽ ജവാബി മിമ്മൻ ഖൂതിബ. ഈ ജവാബ് സംഭവിക്കൽ ഷർത്താക്കപ്പെടും. മിമ്മൻ ഖൂതിബ, ആരോടാണോ ഖിതാബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അയാളിൽ നിന്ന്. ദൂനരഹവി വക്കീലിഹി, അയാളുടെ വക്കീൽ പോലെയുള്ളവരെ കൂടാതെ ആശി. വാ യസ്മാഹു, അത് കേൾക്കണം. മമ്പി ഖുർബിഹി, അവന്റെ അടുത്തുള്ള ഒരുത്തൻ. വാല്ല യർജിയൽ മുബ്തദി, തുടങ്ങിയവർ മടങ്ങാതിരിക്കലും ഷർത്ത. വാൻ തബ്ഖ, ശേഷിക്കലും ഷർത്ത. അഹ്ലിയത്തുൽ ആദിരത്തി, അഹ്ലിയത്തു ആദിരത്തി, സമ്മതം തന്നിരിക്കുന്ന പെണ്ണിന്റെ അർഹത, ആ പെണ്ണ് സമ്മതം നൽകാൻ അർഹത ഉള്ളവളായിരിക്കും ബാക്കിയാകലും. എങ്ങനെയുള്ള പെണ്ണ? അത് മുസ്തറത്തി ഇദുർഹ, അവളുടെ അനുവാദം ഷർത്താക്കപ്പെട്ട. ഇലങ്കവായിൽ അഖ്ദി, അഖ്ദ് തീരുന്നത് വരെ. അഖ്ദ് തീരുന്നത് വരെ അഹ്ലിയത്ത് ശേഷിക്കലും, അതുപോലെ ആ അഖ്ദ് തുടങ്ങിയവൻ മടങ്ങാതിരിക്കലും. വായ് യഖ്ബല, സ്വീകരിക്കലും. അല വിഫ്തുൽ ഈജാബ്, ഈജാബിനോട് യോജിച്ച നിരക്ക്. ഈജാബ് എങ്ങനെയാണെങ്കിൽ അതിനോട് യോജിച്ച നിരക്കുള്ള കബൂൽ. ലാ ബിനിസ്ബത്തിൽ മഹരി, മഹറിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ടല്ല. മഹറിന്റെ വിഷയത്തിൽ ഈജാബിൽ പറഞ്ഞതും കബൂൽ പറഞ്ഞ വ്യത്യാസമായ കുഴപ്പമില്ല. അത് പിന്നെ മഹർ ബിസിന് കൊണ്ട് പരിഹരിക്കപ്പെടും. വാ യുത്തിമ്പൽ മുബത്തദിവു കലാമോ, തുടങ്ങിയവൻ അവന്റെ കലാമിനെ പൂർത്തിയാക്കലും. ഹത്താ ദിക്റൽ മഹരി വ സിഫാത്തി, മഹറിനെയും അതിന്റെ സിഫത്തുകളെയും പറയലും ഒക്കെ പൂർത്തിയാക്കണം. വയറു നാലിക്ക് അതല്ലാത്ത മിമ്മ ഒന്നിനാൽ എത്തി മതിഊ, അത് വരൽ സാധ്യമാകും. ഉന, ഇവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും. ഇതെല്ലാം പിടിക്കപ്പെടാം. അപ്പോൾ യുഖദു മിമ്മാ മർറ ഫിൽ ബൈ, ബൈയിൽ കഴിഞ്ഞു പോയതിന് പിടിക്കപ്പെടാം. അന്നൽ ഫസ്ലബി അജ്നബിയിൻ, അന്യത് കൊണ്ട് പിരിക്കൽ. ജവാബ് പറയേണ്ട ആള് അന്യത് കൊണ്ട് പിരിക്കൽ അത് കുറവാണെങ്കിൽ, ചെറുതാണെങ്കിലും ബുദ്ധിമുട്ടാക്കും. ആ അന്നൽ ഫസ്ലബി അജ്നബിയുടെ ഒരു കത്തഫാണ് വസ്തിറാത്ത് വുഖൂഇൽ ജവാബ്. ജവാബ് ആരോടാണോ ഖിതാബ് ചെയ്തിരിക്കുന്നത് അയാളിൽ നിന്ന് തന്നെ സംഭവിക്കൽ ഷർത്താണ് എന്നും. അപ്പോ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നു, നിനക്ക് ഞാൻ ഇടയാക്കി തന്നു എന്ന് പറയുമ്പോൾ ആരോടാണോ നിനക്ക് എന്ന് പറഞ്ഞ അയാൾ തന്നെ ജവാബ് വരണം. പകരം അയാളെ വക്കീലോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലോ പറഞ്ഞാൽ പോരാ. അതുപോലെ ആ പറയുന്ന ജവാബുകളൊക്കെ അടുത്തുള്ള ആള് കേൾക്കാം എന്നതും ഷർത്ത. ഈജാബ് ചെയ്ത ആള് ഈ അഖ്ദ് തീരുന്നവരെ ആ ഈജാബിൽ നിന്ന് മടങ്ങാതിരിക്കലും. സമ്മതം ഷർത്തുള്ള പെണ്ണ്, അതായത് പെണ്ണിന് സമ്മതം ഇല്ലെങ്കിൽ നിക്കാഹ് സയ്യാറാണ്. അങ്ങനത്തെ പെണ്ണാണെങ്കിൽ ആ അഖ്ദ് തീരുന്നവരെ സമ്മതത്തിൽ നിന്ന് മടങ്ങാതിരിക്കലും, അതുപോലെ ആ പെണ്ണിന്റെ അർഹത
സമ്മതത്തിനുള്ള അർഹത ശേഷിക്കലും ഈജാബിനോട് യോജിച്ച നിലക്ക് കബൂൽ ചെയ്യലും, പക്ഷെ മഹറിലേക്ക് നോക്കിയിട്ടല്ല. അതുപോലെ തുടങ്ങിയ ആൾ അയാളുടെ കലാം പൂർത്തിയാക്കലും ഇതൊക്കെ ഷർത്താണ് എന്ന് നാം ഫിസ്തലാത്തി ഫറാഗഹി മിൻ ദിക്രിൽ മഹരി വ സിഫാത്തിഹി വഖഫത്ത്. പക്ഷേ മഹറിനെ പറ്റി പരാമർശിക്കുന്നതിൽ നിന്നും മഹറിന്റെ സിഫത്തുകളെ പരാമർശിക്കുന്നതിൽ നിന്നും ഒഴിവാകലിനെ ഷർത്താക്കുന്നതിനുണ്ട് വഖഫത്തും തവഖുഫുണ്ട്. അത് അല്പം ആലോചിക്കേണ്ടതുണ്ട്. ആ ഷർത്ത് ഇവിടെ വരില്ല. വൈന്നമസ്തുരിത്ത ഹാദ, ഇക്കാര്യം ഷർത്താക്കപ്പെട്ടു. ഇക്കാര്യം എന്നാൽ മഹർ എന്നാൽ അവിടെ മഹറല്ല വില, അവിടെ വിലയാണ്. അവിടെ വിലയും വിലയുടെ സിഫത്തുകളൊക്കെ പറഞ്ഞിട്ട് കബൂല് പാടുള്ളൂ എന്ന് ബൈൻ്റെ ബാബിൽ ഷർത്താക്കി. അത് ബിൻ നിസ്ബത്ത് സമ്മ, ബൈൻ്റെ ബാബിൽ ബിൻ നിസ്ബത്തിൽ സമനി, അത് വിലയിലേക്ക് ചേർത്ത് നോക്കൽ കൊള്ളാം. ലി അന്ന ദിക്റഹു ബിൽ മുബ്തദി ഷർത്ത്, ആ വില പറയല് അത് മുബ്തദിയിൽ നിന്ന്, ആരാണോ കലാം ആരംഭിക്കുന്നത് അയാളിൽ നിന്ന് അത് ഷർത്ത. അപ്പോൾ ഫഹ്വാദ് മിൻ തമാമി സീഗത്തിൽ മുസ്തറത്തത്, അഖദ് സഹിയാവാൻ ഷർത്താക്കപ്പെട്ട സീഗയുടെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് അത്. ഫസ്തുരിത്തൽ ഫറാഗുമിൽ, ഇതിലുള്ള ഫസ്തിറാത്ത് എന്നുള്ളത് അതാവല് ശരി ഫസ്തുരിത്ത എന്നാണ്. ഫസ്തുരിത്തൽ ഫറാഗുമിൻഹു, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകലിനെ ഷർത്താക്കണം. ഈ കാരണത്തിന് വേണ്ടിയാണ് അതിൽ നിന്ന് ഒഴിവാകണം എന്ന്, അതായത് ആ വിലയും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നതിൽ നിന്ന് ഒഴിവാകണം എന്ന് ഷർത്താകാനുള്ള കാരണം അതാണ്. വല കദാലിക, അതുപോലെയല്ല അൽ മഹ്റും, മഹർ അങ്ങനെ അല്ല. മഹർ പറഞ്ഞില്ലെങ്കിലും നിക്കാഹ് സഹിയാകും. ബൈൻ്റെ അവിടെ വില ചെന്നാൽ പിന്നെ ബൈ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഇതുമായി വ്യത്യാസം. ഫൽ ഖിയാസ്, അപ്പോൾ ഖിയാസ് സിഹത്തു ഷിഖിൽ ആഖരി, മറ്റേ ഭാഗം സഹിയാകും എന്ന ബാദ് തമാമി സീഗത്തിൽ മുസഹിഹത്തി, നിക്കാഹിനെ സഹിയാക്കുന്ന സീഗ പൂർണ്ണമായ ശേഷം. വൈൻകാന, മറ്റേ ഭാഗം ആയാലും ശരിഫി അസ്നായി ദിക്ർ മഹരി വ സിഫാത്തിഹി, മഹറിനെയും അതിൻ്റെ സിഫത്തുകളെയും പറയുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ശരി. ഇല്ലാ യുജാബ, പിന്നെ അങ്ങനെ ഷർത്താക്കപ്പെടും എന്ന കാര്യം അംഗീകരിച്ചിട്ട് ജവാബ് പറയപ്പെട്ടാൽ ഒഴികെ ബി അന്നഹു, ആ മറ്റേ ഭാഗം മാ തക്കല്ലുമിൽ മുബ്തദി, കലാമ് തുടങ്ങിയവൻ സംസാരിക്കലോട് കൂടെ ആസിൽ മറ്റേ ഭാഗം ലായു സമ്മ, അതിന് പറയില്ല ജവാബൻ, ജവാബ് എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഷർത്തുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞപ്പോൾ മഹർ ഇവിടെ പറയിൽ ഷർത്തായത് കൊണ്ടല്ല. പക്ഷെ മഹറും അതിൻ്റെ സിഫത്തുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കബൂൽ ചെയ്താൽ അത് ആ ഈജാബിൻ്റെ ജവാബാണ് എന്ന് പറയില്ല. അതുകൊണ്ടാണ് മഹറിൻ്റെ സിഫത്തുകൾ വരെ പറയുന്നതിൽ നിന്ന് ഒഴിവായിട്ടേ പറയാവൂ എന്ന് ഷർത്താണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒഴികെ. അങ്ങനെ ആയതുകൊണ്ട് ഫയഖോ ലഗവൻ, അത് ജവാബാകാത്തത് കൊണ്ട് അത് ലഗവായിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒഴികെ. വഫീഹി മാഫി, വഫീഹി അപ്പറഞ്ഞ ആ ജവാബിലുണ്ട്, മാഫി എല്ലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മുഅ്തമദല്ല, അത് മുഅ്തമദല്ല. അപ്പം എന്താ, ഈജാബ് സഹിയായി കഴിഞ്ഞാൽ മഹറിനെ പറ്റി പറയുന്നതിന് മുമ്പാണെങ്കിലും അത് പറയുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ഖബിൽതു എന്ന് പറഞ്ഞാൽ എന്താകും, നിക്കാഹ് സഹിയ. തത്തിമ്മത്ത് യുന്തബു തസവ്വുജു ഫി ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ തസവ്വുജ് സുന്നത്താക്കും.
വിവാഹം കഴിക്കാൻ നല്ല മാസമാണ് ഷവ്വാൽ. വദ്ദുഖൂലു ഫീഹി, ആ ഷവ്വാൽ മാസത്തിൽ തന്നെ ദുഖൂലും ഷർത്താണ്. വീട് കൂടൽ, വിവാഹം കഴിച്ചാൽ പെണ്ണിനെ ഭർത്താവിൻ്റെ കൂടെ കൂട്ടൽ, അങ്ങനെ ഭാര്യയും ഭർത്താവും ദുഖൂൽ ചെയ്യൽ, അത് ഷവ്വാലിൻ്റെ ആവശ്യത്താണ്. ലിൽ ഖബരി സഹീഹി ഫീഹിമ, അത് രണ്ടിലും സഹീഹായ ഹദീസ് വന്നതിന് വേണ്ടി. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒമാ ഖൗലിഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖൗലോട് കൂടി, വമാനൊരു വാവ് കാണുന്നുണ്ട്, വാവ് പരിശോധിക്കണമെന്നുണ്ടോ. റദ്ദൻ അലാമൻ, ഒരുത്തന്റെ പേര് റദ്ദായിട്ട്, കരിഹ ദാലിക, എങ്ങനത്തെ ഒരുത്തനാണ് ആ ഒരുത്തൻ, അത് വെറുത്തിരിക്കും. ഷവ്വാൽ മാസത്തിൽ വിവാഹം കഴിക്കലിന് ചിലർക്ക് ഒരു വെറുപ്പായിരുന്നു. ആ വെറുപ്പുള്ള ആൾക്കാരുടെ പേരിൽ റദ്ദായ നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും ചെയ്തു. തസവ്വജനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഷവ്വാലിൻ വദഖല ബി ഫീഹി വഅയ്യു നിസാഇഹി കാന അഹ്വാ ഇൻദഹു മിന്നി എന്ന്. തസവ്വജനി, എന്നെ വിവാഹം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫി ഷവ്വാലിൻ, ഷവ്വാൽ മാസത്തിൽ എന്റെ വീട് കൂട്ടി. ദഖല ബി ഫീഹി, ആ ഷവ്വാൽ മാസത്തിൽ. വഅയ്യു നിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരാണ് കാന അഹ്ള ഇൻദഹു മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഏറ്റവും അധികം അഹ്ള, സ്ഥാനവും ഭാഗ്യവുമെല്ലാം ലഭിച്ചത് ആരാണ്, എന്നേക്കാൾ എന്ന് പറഞ്ഞു. അപ്പോ ഷവ്വാൽ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് സംശയമുള്ള ഒരു സമയമാണ്. അന്ന് വിവാഹം ഗുണം ഇല്ല എന്ന്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട് കൂടലൊന്നും അതൊന്നും ഗുണമല്ല എന്ന്. അപ്പൊ അതിനാണ് ഈ മറുപടി. കൗലുൽ അഖദി ഫിൽ മസ്ജിദി, അഖദ് പള്ളിയിൽ വെച്ചാകണം. ലിൽ അംരി ബിഹി, അങ്ങനെ പള്ളിയിൽ വെച്ച് അഖദ് നടത്തൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതിനു വേണ്ടി ഫി ഖബരി തബറാനി, തബറാനിയുടെ ഹദീസ്. അതുപോലെ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമാകണം. അവ്വൽ നഹാരി, പകലിലെ ആദ്യത്തിലാകണം. ഇതെല്ലാം സുന്നത്ത്. വെള്ളിയാഴ്ച ആകലും അത് പകലിലെ ആദ്യമാകലും. ലി ഖബരി അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, പകലിലെ ആദ്യമാകണം എന്ന് പറയാനുള്ള കാരണം ഹദീസിൽ വന്നല്ലോ, എൻ്റെ ഉമ്മത്തിന് നീ അവിടെ രാവിലെകളിൽ നീ ബർക്കത്ത് ചെയ്യണേ. ഹസനഹു തിർമിദി, അത് ഹസനാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇമാം തുർമിദി. വബിഹി യുറദ്ദു, ഈ ഹദീസ് കൊണ്ട് റദ്ദ് ചെയ്യപ്പെടും. മൗതീദ, പതിവാക്കപ്പെട്ട ഒന്നിൽ, മിൻ നിഖാഹി, ആ നിക്കാഹിനെ വാക്കിയാക്കലാൽ അഖബ സ്വലാത്തിൽ ജുമുഅത്തി, ജുമുഅ നിസ്കാരത്തിൻ്റെ ഉടനെ. ഇപ്പം എന്താ, ജുമുഅ നിസ്കാരത്തിൻ്റെ ഉടനെ ആണ് ചില ആൾക്കാർ നിക്കാഹ് നടത്തുന്നത്. അപ്പൊ അതല്ല പുണ്യം, ജുമുഅക്ക് കാത്തിക്കല്ല പുണ്യം, മറിച്ച് രാവിലെ തന്നെയാണ് പുണ്യം. നാം ഇൻ കുസ്ദബി തഖീരി ഇലൈഹി കസറത്ത് ഹുദൂരിൻ നാസി, പക്ഷേ ഈ ജുമുഅയിലേക്ക് പിന്തിക്കൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ജനസാന്നിധ്യം അധികരിക്കൽ, അധിക ആൾക്കാർ പങ്കെടുക്കും. ലാസിയമൽ ഉലമ, പ്രത്യേകിച്ച് ഉലമാവും വസാലിഹുന, സാലിഹ്യങ്ങളും, ലഹു ആ അഖദിൽ ഫി ഹാദൽ വഖത്തി, ഈ സമയത്ത് ജുമുഅക്ക് ആകുമ്പോൾ ജനങ്ങൾ അധികം പങ്കെടുക്കും, പ്രത്യേകിച്ച് ആലിമീങ്ങളും സാലിഹ്യങ്ങളും. ദൂര ഗൈരിഹി, അല്ലാത്തതിന് കൂടാതെ മറ്റു സമയത്ത് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഗുണം കിട്ടൂല. എന്നാൽ
കാന ഔല, അത് ഔലയാണ്. അപ്പോൾ രാവിലെ ആവുക എന്നുള്ള ബർക്കത്താണെങ്കിൽ ഈ ജനങ്ങളുടെ സാന്നിധ്യവും പ്രത്യേകിച്ച് സാലിഹ്യങ്ങളുടെയും ആലിമീങ്ങളുടെയും സാന്നിധ്യവും എല്ലാം ഉണ്ടാകുന്നത് വേറെ സമയത്താണെങ്കിൽ ആ സമയത്താക്കലാണ് ഉത്തമം. ഖൗലുൽ വലിയ ഖുബൈൽ അഖദി, അഖദിന്റെ തൊട്ട് മുമ്പ് വലിയ പറയൽ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിൽ മഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറയുക, അത് പറയൽ സുന്നത്ത്. വദ്ദുആഉ ലികുല്ലി മിന സൗജൈനി യഖിബു, വദ്ദുആഉ ദുആ ചെയ്യൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഓരോരുത്തർക്കും വേണ്ടി അഖിബഹു, ആ അഖദിന്റെ ഉടനെ അവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും ദ്വാരക്കുക. വലിയ ആരും വേണ്ടില്ല, അല്ലാത്തവരാരും വേണ്ട, എല്ലാവരും ദ്വാരക്കുക. ബി ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമാ ഫീ ഖൈരിൻ എന്ന ദുആ. ബാറക്കല്ലാഹു ലക, നിനക്ക് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. വ ബാറക അലൈക, നിന്റെ മേൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. വ ജമഅ ബൈനകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ അല്ലാഹു തആല ജംഅ് ചെയ്യട്ടെ, ഒരുമിച്ച് കൂട്ടട്ടെ. ഫീ ഖൈർ, ഖൈർ എന്ന് ദ്വാരക്കുക. ലിസിഹത്തിൽ ഖബരി ബിഹി, അതുകൊണ്ട് ഹദീസ് സഹിയായി വന്നതിന് വേണ്ടി. വലാഹിറു കലാമിൽ അദ്കാരി, അദ്കാറിന്റെ കലാമിന്റെ ലാഹിർ അന്നഹു യുസല്ലു ഐദൻ, ഇതിന് പുറമെ ഈ ദുആഇന് പുറമെ സുന്നത്താക്കപ്പെടും കൈഫ വജത്ത അഹ്ലക ബാറക്കല്ലാഹു ലക് എന്നുകൂടി പറയും. കൈഫ വജത്ത അഹ്ലക, എങ്ങനെയാണ് നിന്റെ അഹ്ലുകാരെ നീ എത്തിച്ചത്, അല്ലാഹു തആല നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുക. അതെന്താ കാരണം? ലിമാ സഹ, ആയതിനു വേണ്ടി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ദഖല അലാ സൈനബ് ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മേൽ ദുഖൂ ചെയ്തപ്പോൾ ഖറജ, അങ്ങനെ പുറത്തു വന്നു. ഫദഖല, അങ്ങനെ പ്രവേശിച്ചു. അല ആയിഷത്ത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മേൽ. ഫഖാലത്ത്, അനഫസല്ലമ, സലാം പറഞ്ഞു. ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. വാലി പറഞ്ഞു, വഅലൈക സലാം വറഹ്മത്തുള്ളാഹി കൈഫ വജദത അഹ്ലക ബാറക്കല്ലാഹു ലക എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത് സുന്നത്താണ് എന്ന് വന്നു. അതായത് ഈ വാക്ക് പറഞ്ഞതിനെ പറ്റി എതിർപ്പൊന്നും പറയാതെ അത് അംഗീകരിച്ചു കൊടുത്തു. അപ്പം അന്നേരക്ക് ഇത് സുന്നത്താണെന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏതെങ്കിലും വിധേന മനസ്സിലാക്കിയ കാര്യം. ഫഅലദാലിക, ഈ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം ചെയ്തു. അതായത് ആയിഷ ബീവിന്റെ മേൽ കടന്നതുപോലെ കടന്നു ചെന്നു. മാ കുല്ലി നിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മേൽ റളിയല്ലാഹു തആല അൻഹു. വ കുല്ലുൻ, എല്ലാ ഓരോരുത്തരും ഖാലത്ത്, അവരൊക്കെയും പറഞ്ഞു മാ ഖാലത്ത് ആയിഷത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് പോലെയുള്ള അതേ വാക്കല്ലോ. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി പറയണമെങ്കിൽ ഇത് നേരത്തെ ഒരു താലീം, നിർദ്ദേശം ഇതിനെപ്പറ്റി കിട്ടിയെങ്കിലാണ് അങ്ങനെ ഇത്തിഫാഖാവും. വഖദ് യുഖാലു, ചിലപ്പോൾ പറയപ്പെടാം, ഖൗലുഹുന്ന ലഹു, ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കൈഫ വജദത അഹ്ലക, കൈഫ വജദത അഹ്ലക എന്ന് പറഞ്ഞ വാക്ക് യൂഖദു മിൻഹു, അതിൽ നിന്ന് പിടിക്കപ്പെടാം.
നദുബുഹു അത് പറയൽ സുന്നത്താണ് മുത്തലക്കൻ. നിരുപാധികം ലിമാ ഫീഹി മിൻ നൗഇ ഇസ്തിഹ്ദാൻ, അതിൽ ഒരു തരം ഇസ്തിഹ്ദാനുണ്ട്. മാൽ അജാനിബി, അന്യവരോട് കൂടെ, ലാസിയമ പ്രത്യേകിച്ചും, അൽ അജാനിബി അൽ ആമത്തി പ്രത്യേകിച്ച് ആമത്തുല്ലാസ് സാധാരണക്കാരുടെ കൂടെ. ഇവിടെ വഖദ് യുഖാലു ഖൗലുഹുന്ന ലഹു കൈഫ വജദ്ത അഹ്ലക യൂഖദു മിൻഹു നദബുഹു മുത്ലഖ്. എന്ന് പറഞ്ഞിട്ട് പിന്നെ ലിമാ ഫീഹി എന്നാണ് അവിടെ പിന്നെ കാണുന്നത്. ലിമാ ഫീഹി അവിടെ മാമാ ഫീഹി എന്നാവാൻ സാധ്യതയുണ്ട്. അവിടെ നോക്കിയിട്ട് വേണം പറയണമെങ്കിൽ. കൈഫ വജത്ത അഹ്ലക എന്ന ഈ ചോദ്യം അത് നിരുപാധികം സുന്നത്താണെന്ന് പിടിക്കപ്പെടും. എന്തോടുകൂടെ അതിലൊരു തരം ഇസ്തിഹ്ജാൻ അതിലുണ്ടല്ലോ. അന്യ ആൾക്കാരോട് കൂടെ, പ്രത്യേകിച്ച് ആമ്പത്ത്. വഖദ് ഇജാബു ചിലപ്പോൾ അതിൽ ജവാബ് പറയപ്പെടാം. ബിഅന്ന ഹാദൽ ഇസ്തിഫ്ഹാമ ലൈസ അലാ ഹഖീഖത്തിഹി എന്ന് ജവാബ് പറയും. അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ ഉണ്ടാകേണ്ടത് വഖദ് യുഖാലു ഖൗലുഹുന്ന ലഹു കൈഫ വജദ്ത അഹ്ലക. അവിടെ തന്നെ അതിന് ശേഷം ഒരു കൈഫ ഉണ്ടായാൽ കൈഫ യൂഖദു മിൻഹു, അതിൽ നിന്ന് എങ്ങനെയാണ് പിടിക്കപ്പെടുക എന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അവിടെ ആ സ്ഥലം ഒന്ന് നോക്കിയിട്ട് വേണം പറയുന്നത്. കൈഫ യൂഖദു മിൻഹു എങ്ങനെയാണ് അതിന് പിടിക്കപ്പെടുക. നദുബുഹു ഈ വാക്ക് പറയുന്ന സുന്നത്താണെന്ന്. മുത്തലക്കൻ ബന്ധപ്പെട്ടവരോടാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരോടാകട്ടെ. എന്താണ് അങ്ങനെ പിടിക്കപ്പെടാൻ ചോദിക്കാൻ കാരണം ലിമാ ഫീഹി അതിലുള്ളതിന് വേണ്ടി മിൻ നൗഇ ഇസ്തിഹ്ദാൻ, ഒരു ഇസ്തിഹ്ദാന്റെ ഒരു ലവ് മാൽ അജാനിബി അന്യവരോട് കൂടെ, ലാസിയമൽ ആമ പ്രത്യേകിച്ച് ആമത്തുല്ലാസു. വഖദ് ഇജാബു ചിലപ്പോൾ ജവാബ് പറയപ്പെടാം. ബി അന്ന ഹാദൽ ഇസ്തിഫ്ഹാമ ഈ ഇസ്തിഫ്ഹാമ ലൈസ അലാ ഹഖീഖത്തിഹി അത് അതിൻ്റെ ഹഖീഖത്തിൻ്റെ മേലല്ല. ഇത് യഥാർത്ഥത്തിൽ ഇസ്തിഫ്ഹാം അല്ല ഇവിടെ ഉദ്ദേശം. ചില ഇസ്തിഫ്ഹാം വാക്കു ഇസ്തിഫ്ഹാമാണെങ്കിലും തഖ്രീറിന് വരും. അപ്പം അത് ബിദലീലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യുജിബ് അൻ, ആ ഇസ്തിഫ്ഹാമിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞില്ല. അപ്പം അത് ഇസ്തിഫാമല്ല. വൈന്നമാ ഹുവ അത് ലി തഖ്രീരി, അത് തഖ്രീറിനുള്ള ഇസ്തിഫാമിനുള്ളതല്ല, തഖ്രീറിനാണ്. അതായത് വജത്തഹ അലാ മാ തുഹിബ്ബു, വജത്തഹ അഹ്ലിനെ തങ്ങൾ എത്തിച്ചല്ലോ
തങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഇഷ്ടപ്പെടുന്ന പ്രകാരം എത്തിച്ചല്ലോ എന്നാണ്. ഒമാനാലിക്ക് അതോട് കൂടെയൊക്കെ തന്നെ എമ്പകയല്ല യുന്തവ ഹാദ, ഞാനൊക്കെ പറഞ്ഞാലും എമ്പകി അത്യാവശ്യമാണ്, ഇത് സുന്നത്താവാതിരിക്കണം. ഇല്ലാലി ആരിഫിൻ ബി സുന്നത്തി, സുന്നത്ത് കൊണ്ട് അറിയുന്നവനല്ലാതെ. ലിമ അഷർത്തു ഇലഹി, ലിമ ഒന്നിനു വേണ്ടി, അഷർത്തു ഇലഹി അതിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്താ ചൂണ്ടിക്കാണിച്ചു? ലിമാ ഫീഹി മിൻ നൗഇ ഇസ്തിഹ്ദാനി എന്ന് പറഞ്ഞു. വഹുവ ബിർരിഫായി, ആ ദുആ ബിർരിഫായി വൽ ബനീന, ബിർരിഫായി വൽ ബനീൻ എന്ന വാക്കുകൊണ്ട് വായിക്കും. ബിർരിഫായി ബിൽ മദ്യ മദ്ദ് കൊണ്ടാണ് വായിക്കേണ്ടത്. അൽ ഇൽത്തിയാമി ഐക്യത്തോടുകൂടെ, വൽ ബനീന പുത്രന്മാരോടുകൂടെയും നിങ്ങൾ മധുവിധു ആഘോഷിക്കട്ടെ. അപ്പോൾ ആരസ്ഥ ബിർരിഫായി വൽ ബനീന എന്നുണ്ടാകുക. അങ്ങനെ പറയൽ മക്രൂഹ, അത് കറാഹത്ത, അതിനെ തൊട്ട് നെഹി വന്നിട്ടുണ്ട്. വൽ അഖ്ദു ബിനാസിയത്തിഹ, അവളെ മൂർദാവ് പിടിക്കൽ, അവളെ ലിഖാഇഹ, അവളെ കാണുന്ന ആദ്യ സമയത്ത് മൂർദാവിൽ കൈവച്ചുകൊണ്ട് വയക്കൂൽ പറയലും, ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫി സാഹിബിഹി, നമ്മളിൽ ഓരോരുത്തർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ അവൻ്റെ സാഹിബിൽ, അതായത് ഭാര്യക്ക് ഭർത്താവിനും ഭർത്താവിൽ ഭാര്യക്കും